വരൂ. എന്താ മാഡം? ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിപ്പിച്ചതാ. ഇരിക്കെ. ഈ പ്രതാപവർമ്മ കറപ്ഷൻ ഒന്നും ഇല്ലാത്ത ഒരു മിനിസ്റ്റർ ആയിരുന്നില്ലേ? അങ്ങനൊരു ഇമേജ് പ്രതാപവർമ്മയും അനുയായികളും PR വർക്കുകാരും കൂടി സൃഷ്ടിച്ചു വെച്ചിരുന്നു. അതൊക്കെ അഴിമതിയും അക്രമവും ഗുണ്ടായിസൊക്കെ നടത്താനുള്ള ഒരു ഇരുമ്പ് മറയായിരുന്നെന്ന് മാഡത്തിനിപ്പം മനസ്സിലായില്ലേ? ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ടിരിക്കുന്നത് ഇദ്ദേഹം ഒരു സംശുദ്ധനായ രാഷ്ട്രീയ നേതാവാണെന്നാണ്. ഒരിക്കലുമല്ല. പച്ച മലയാളത്തിൽ പറഞ്ഞ അദ്ദേഹം ഒരു കള്ളനാ. അയാളെപ്പറ്റി ബുദ്ധികേന്ദ്രങ്ങൾ പറയുന്നത് വെളുത്ത ചെകുത്താനെന്നാ. വെളുത്ത ചെകുത്താനോ? അതെ മാഡം, അങ്ങനെയാ പ്രതാപവർമ്മയെ പറ്റി പരക്കെ അറിയപ്പെടുന്നത്. കുടുംബവാഴ്ചയാണ് മാഡം അയാളുടെ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയം കൊണ്ട് അയാൾ കോടികളാ ഉണ്ടാക്കിയത്, കോടികൾ. ഇയാളുടെ ഫാമിലിയോ? ഇവിടെ അടുത്താണ്. ഒരു വലിയ കുടുംബത്തിൽ നിന്നാ കല്യാണം കഴിച്ചത്. ആ സ്വത്തും കൂടി ഇയാൾ തട്ടിയെടുത്തു. എന്നിട്ട് ആ സ്ത്രീയെ ഈ ദ്രോഹി ഉപേക്ഷിച്ചു. പിന്നൊരു മകളുണ്ട്. അയാളുടേതല്ലെന്നാ അയാളും വീട്ടുകാരും പറയുന്നേ. മാഡത്തിന്റെ സപ്പോർട്ടോടെ ഒരു സ്ത്രീപക്ഷ സംഘടനയുണ്ടെന്ന് എനിക്കറിയാം. മാഡം അത് പണ്ടേ ശ്രദ്ധിക്കണമായിരുന്നു. ഇദ്ദേഹത്തിന് നേരെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായില്ലേ? അത് അങ്ങനെയാണ് മാഡം. നിരപരാധിയായ പാവ മനുഷ്യര് സഹിയിടുമ്പോ എന്തും ചെയ്തു പോവും. ഇയാൾ ഉപദ്രവിച്ച മനുഷ്യരെല്ലാം കൂടി തക്കം കിട്ടിയപ്പോ സംഘം ചേർന്ന് ചെയ്തു പോയതാ ഈ ബോംബ് ബ്ലാസ്റ്റ്. ആരും ചെയ്തു പോവും മാഡം. അത്രയ്ക്ക് വൃത്തികെട്ടവനാ അയാള്. മാഡം, ജസ്റ്റ് എ മിനിറ്റ്. മാഡം, മാഡം, ഇത് ഇയാൾക്കെതിരെ വന്ന പരാതികളുടെ ഒരു പ്രവാഹത്തിന്റെ ചില രേഖകളാ. എനിക്കിതൊന്ന് സ്റ്റഡി ചെയ്യണം. ഇദ്ദേഹത്തിനെതിരായ ന്യൂസുകളാണല്ലോ ഇപ്പൊ ചാനലിൽ ഓടുന്നത്. അതുകൊണ്ട് ചോദിച്ചതാ. Then all right, you may return to your seat. Okay, ma'am. എന്തായാലും ഈ അനന്തംപിള്ള നല്ല ഭാഗ്യവാൻ തന്നെയാ. വർമ്മയ്ക്കെതിരെ കാച്ചിക്കോളം പറഞ്ഞ അയാൾ ഇങ്ങോട്ട് വന്നു. ഇനി എന്താവുന്നു കണ്ടറിയാം. ഭാര്യയെ പെരുവഴിയിൽ ഉപേക്ഷിച്ചവൻ ഇവനൊക്കെയാ മന്ത്രി. പവിത്രയുടെ ഡയറി വായിക്കുന്നത് അത്ര ശരിയല്ലെങ്കിലും മറന്നു വച്ചിട്ട് പോയതല്ലേ, ഒന്ന് നോക്കിയേക്കാം. ഇതത്ര ശരിയാണോ? എന്നെപ്പോലുള്ളൊരാള് അന്യായ ഒരു സ്ത്രീയുടെ ഡയറി എടുത്ത് വായിക്കാന്ന് വെച്ചാ